എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഹ്യൂമർ ക്യാൻ ബി എ സൊല്യൂഷൻ. നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും വലിയ ഒരു പ്രതിവിധി എന്ന് പറയുന്നത്, സൊല്യൂഷൻ എന്ന് പറയുന്നത് ഹ്യൂമറാണ്, ഹാസ്യമാണ്. അതിനെക്കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ വളരെയധികം സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു സമയത്ത് നല്ല തമാശയുള്ള എന്തെങ്കിലും ഒരു സംഭവം നമ്മൾ കാണുകയോ നമ്മൾ കേൾക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മൾ ആ പ്രശ്നം ഒന്ന് മറന്നേക്കും, അല്ലേ? നമ്മൾ വളരെയധികം വിഷമിച്ചിരിക്കുന്ന സമയത്ത് പോലും അറിയാതെ ആണെങ്കിൽ പോലും നമ്മുടെ മുഖത്തൊരു പുഞ്ചിരി വന്നേക്കാം. അതുകൊണ്ടാണ് പലപ്പോഴും പറയുന്നത്, ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്ത് സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ അല്പം തമാശയായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം കാണുക, ഒരു സിനിമ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉള്ള ആരുടെയെങ്കിലും കൂടെ വളരെ ലൈറ്റായിട്ടുള്ള ഒരു വ്യക്തിയെ നമ്മൾ ആ സമയത്ത് ഒരു പക്ഷേ സംസാരിക്കാനായിട്ട് നമ്മൾ താല്പര്യപ്പെടുന്നുണ്ടാവും. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ഒരു വ്യക്തി ആയിക്കൂടാ നമുക്ക്? അതായത് ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെ പ്രശ്നങ്ങളായിട്ട് കാണാതെ വളരെ ലൈറ്റായിട്ട്, എന്ന് വെച്ചാൽ നമുക്ക് പലപ്പോഴും പല കാര്യങ്ങളും നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങളായിരിക്കില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കുന്നതിന് പകരം എന്തുകൊണ്ട് നമുക്ക് തന്നെ നമ്മുടെ മനസ്സിനെ ഒന്ന് ലൈറ്റ് ആക്കിക്കൂടാ? അതിനൊരു ഉദാഹരണം പറയുന്നതാണ്, ഒരു ചെറിയൊരു കഥയാണ്. ഒരിക്കലും ഒരു വലിയൊരു സ്പിരിച്വൽ മാസ്റ്റർ അദ്ദേഹത്തിന് ഒരു വയ്യാതെ വന്നപ്പം ആശുപത്രി ചെന്നു. അപ്പോൾ ചെന്നപ്പോഴത്തേക്കും സ്കാനിങ് ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഡോക്ടർ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഹാർട്ടിന് സീരിയസ് ആയിട്ട് ഒരു പ്രശ്നമുണ്ട്. എന്നുവെച്ചാൽ ഹാർട്ടിൻ്റെ സൈസ് കൂടിയിരിക്കുകയാണ്. സാധാരണ ഒരു ഹൃദയത്തിൻ്റെ സൈസ് എത്രയാണോ അതിനേക്കാളും വലിയ സൈസാണ്, എന്ന് വെച്ചാൽ കൂടുതലായിട്ട് എക്സ്പാൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഡോക്ടർക്ക് ഇതെങ്ങനെ പറയണം, ഇത്രയും നല്ലൊരു മനുഷ്യനാണ്, വലിയൊരു മനുഷ്യനാണ്, അദ്ദേഹത്തോട് എങ്ങനെ പറയണം എന്ന് ചിന്തിച്ച് അവസാനം ഡോക്ടർ ഇത് പറഞ്ഞു. പക്ഷെ അത് കേട്ട പാടെ അദ്ദേഹം, ആ മാസ്റ്റർ പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ, അപ്പം കൊള്ളാമല്ലോ, അപ്പം എനിക്ക് വലിയൊരു ഹൃദയമുണ്ടല്ലോ, ഐ ഹാവ് എ ലാർജ് ഹാർട്ട് എന്ന് പറഞ്ഞു. വലിയ മനസ്സാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അപ്പം എന്ന് പറഞ്ഞ പോലെ അത്രയും നമ്മളൊക്കെ ആണെങ്കിൽ എന്തായിരിക്കും ചെയ്യുന്നത്? നമ്മൾ ഉടനെ വിഷമിക്കായിരിക്കും ചെയ്യുന്നത്. പക്ഷെ വിഷമിച്ചതുകൊണ്ട് നമുക്കൊരു കൺട്രോൾ ഇല്ലാത്തൊരു കാര്യമാണെങ്കിൽ അതിനെക്കുറിച്ച് വിഷമിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചിന്തിക്കാനുള്ളൊരു കഴിവ് വളർത്തിയെടുക്കുക. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരുടെയും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തമാശ നമ്മൾ കാരണം ഉണ്ടായി അവരുടെ മുഖത്തൊരു പുഞ്ചിരി നമുക്ക് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു കാര്യം തന്നെയാണ്. പക്ഷെ അവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന വേറൊരു കാര്യം കൂടെ ഉണ്ട്. എന്തെങ്കിലും കോമാളിത്തരം കാണിക്കുകയോ ആ കൂട്ടത്തിലില്ലാത്ത ഒരാളെക്കുറിച്ച് കുറ്റം പറയുകയോ ഗോസിപ്പ് നടത്തുകയോ അങ്ങനെ ഒരു തമാശ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതല്ല. ആർക്കും ദോഷം ഇല്ലാത്ത രീതിയിലുള്ള ഒരു ഹാസ്യം, അതൊരിക്കലും പരിഹാസമാകാതെ നോക്കാനായിട്ട് കൂടെ ഒന്ന് ശ്രമിക്കുക. അപ്പം ഇങ്ങനെ നമുക്ക് എല്ലാവർക്കും ആരുടെയെങ്കിലൊക്കെ ജീവിതത്തിൽ എല്ലാ ദിവസവും ഒരു പുഞ്ചിരി കൊണ്ടുവരാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.